ചൊക്രമുടിയെ ചുംബിച്ച് വാനം മുട്ടി നിൽക്കുന്ന മരതകക്കുന്നിൻ്റെ നെറുകയിൽ മഞ്ഞു പുതപ്പിച്ചുറക്കി തേയിലക്കൊളുന്തും ഏലക്കാടും തഴുകി ഉണർത്തുന്ന ആകാശവാണി ദേവികുളം സ്പൈസ് FM. ചിരിയും ചിന്തയും ഒരുപോലെ പകർന്ന് മലയാളിയുടെ മനസ്സിൽ, പ്രത്യേകിച്ച് മലയോര ജനതയുടെ ഹൃദയത്തിൽ 32 വർഷത്തോളമായി സ്പൈസ് FM ഒരേപോലെ ഒരേ താളത്തിൽ തുടിക്കുന്നു. ഫെബ്രുവരി 23 ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്എമ്മിന്റെ പിറന്നാൾ സുദിനം. 1.4 ദേവികുളം സ്പൈസ് FM. ഏലക്കാടിൻ സുഗന്ധം, തേയില തളിർക്കും വസന്തം, അരുവികൾ പാടുന്നു. ഹൈറേഞ്ചിന്റെ ശബ്ദം, കേൾക്കാതിരിക്കുന്നതെങ്ങനെ? ബഹുമാനപ്പെട്ട സബ് കളക്ടർ ആര്യ IAS ദേവികുളം ആകാശവാണിയുടെ 32ാം വാർഷികാഘോഷത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആകാശവാണി നിലയത്തിൻ്റെ ഡെപ്യൂട്ടി ഡയറക്ടർ എഞ്ചിനീയറിംഗ് PN സുഭാഷിനെ ചെയ്യുന്നു. സദസ്സിലിരിക്കുന്ന എല്ലാവരെയും ഈ ആഘോഷ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഏറ്റവും സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ്. അതിൻ്റെ ഔദ്യോഗിക പരിപാടികൾ ആരംഭിക്കുകയാണ്. നമ്മുടെ വിശിഷ്ടാതിഥിയായി ഉദ്ഘാടകയായിട്ട് ശ്രീമതി ആര്യ IAS എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാര്യപരിപാടികളിലേക്ക് കടക്കാം. ആദ്യമായി ഈശ്വര പ്രാർത്ഥന. വർഷമായിട്ട് ഈ ഇടുക്കി ജില്ലയിലെ പൊതുജനങ്ങൾക്ക് വേണ്ടി നമ്മൾ പല പരിപാടികളിലൂടെ വിനോദം, വിജ്ഞാനം, വിദ്യാഭ്യാസം, അങ്ങനെ എല്ലാ മേഖലകളിലുമുള്ള പരിപാടികൾ നമ്മൾ പൊതുജനങ്ങൾക്കായിട്ട് വേണ്ടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 32 വർഷമായി, പ്രത്യേകിച്ച് ഈ കിസാൻ വാണി എന്ന പ്രോഗ്രാമിലൂടെ നമ്മൾ ഇടുക്കി ജില്ലയിലെ 32 വർഷമായിട്ട് പൊതുജനങ്ങളെ സേവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡെപ്യൂട്ടി ഡയറക്ടർ എഞ്ചിനീയറിംഗ് PN സുഭാഷ്, അതോടൊപ്പം ഇവിടെ സ്വാഗതം ആശംസിച്ച KC വിദ്യാപ്രകാശ്, ഇവിടെ ഇന്ന് ആദരവ് ഏറ്റുവാങ്ങാനായി ലിസ്റ്റ് ചെയ്യപ്പെട്ടുള്ള മിസ്റ്റർ ബിനു റോയ്, ആന്റണി മുണിയറ, അതോടൊപ്പം ആശംസകൾ അറിയിക്കാൻ എത്തിയിരിക്കുന്നവർക്കും എല്ലാ പ്രിയപ്പെട്ട ജീവനക്കാർക്കും നമസ്കാരം. നമ്മൾ അയൽവക്കക്കാരാണ്, പക്ഷേ ആദ്യമായിട്ടാണ് ഇന്ന് എല്ലാവരെയും ഒന്ന് കാണാനുള്ള ഒരവസരം കിട്ടിയത്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതിനാൽ തന്നെ ഇതിൻ്റെ പേരിൽ ഇതിനു വേണ്ടി എന്നെ വിളിച്ച വിദ്യപ്രകാശനാണ് എന്നെ വന്ന് വിളിച്ചത്. അതുകൊണ്ട് വിദ്യപ്രകാശനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഡെപ്യൂട്ടി ഡയറക്ടറും എല്ലാവർക്കും ഒരു പ്രത്യേക താങ്ക്സും പറയുന്നു. പക്ഷേ കണ്ടിട്ടില്ല എന്നേ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ ആകാശവാണിയുടെ സ്പൈസ് FM എൻ്റെ വണ്ടിയിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ആ ഒരു സൈലൻസ് എന്ന് പറയാനായിട്ട് പാട്ട് വെക്കാറുണ്ട്. നിങ്ങളുടെ 32ാമത്തെ വാർഷികം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി. അടുത്തതായി നമ്മുടെ നിലയത്തിൻ്റെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള അനൗൺസറാണ്. 95 മുതൽ ആകാശവാണിയിലെ അനൗൺസറായിട്ട് സേവനം ചെയ്തു വരുന്നു ശ്രീമതി ബിനു റോയ്.
സുഭാഷ് സാർ, വിദ്യാപ്രസാദ് സാർ, ഇവിടെയുള്ള ഉദ്യോഗസ്ഥരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, 32 വർഷം മുമ്പ് ഈ പ്രസരണി സ്ഥാപിക്കുന്ന സമയത്താണ് ദേവികുളം ആകാശവാണിയിൽ ഇതിന് ഒഴിവുണ്ടോ എന്ന് ചോദിച്ച് ഞാനിവിടേക്ക് എത്തിയത്. എൻ്റെ സാഹിത്യവും എൻ്റെ ജീവിതത്തിലെ എല്ലാ നേട്ടങ്ങളും ആകാശവാണി നേടി തന്നതാണെന്ന അഭിമാനത്തോടു കൂടി ഇപ്പോഴും പറയാൻ ഒരുപാട് സന്തോഷമുണ്ട്. ഒത്തിരി സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ആദരവ് എനിക്ക് തന്നതിന്. നിലയത്തോട് ഒത്തിരി സ്നേഹം അറിയിക്കുകയാണ് വിദ്യാപ്രകാശ് സാറ് പ്രത്യേകിച്ചും. പിന്നെ ഈ 31 വർഷക്കാലം ഈ നിലയത്തിൽ ഞാൻ വേറെ ജോലിക്കൊന്നും പോകുന്നില്ല. അതുകൊണ്ട് പിന്നെ ഇവിടെ കല്യാണം കഴിച്ച് ഇവിടെ വന്നയാളാണ്. അപ്പം അന്ന് സ്കൂളാണ് ദിവസം 2-ാം മൈലിന് താഴെ വെച്ച് ഞങ്ങളുടെ വണ്ടി ഓവർടേക്ക് ചെയ്തൊരു ജീപ്പ് പിറകിൽ നിന്ന് ഹോണടിക്കുന്നു. എന്താണെന്ന് അറിയില്ല, അവർ വളരെ സ്പീഡിൽ കൊണ്ടായി ഞങ്ങളുടെ മുന്നിൽ ചവിട്ട് നിർത്തിയിട്ട് പറഞ്ഞു, നിങ്ങളുടെ പിറകിൽ ഒരു പുലി ചാടിപ്പോയി നിങ്ങളുടെ പിറകിലെ. എന്റെ തൊട്ടുപിറകെ മുട്ടി ഉരുളിപ്പോയി എന്ന് അവർ പറയുന്നത്. ഇത്തരം വേദനകൾ തന്ന, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഓർമ്മിച്ചെടുത്ത് പറയാൻ തന്ന ആകാശവാണി എത്രയോ നാടകങ്ങളിലൂടെ നമ്മുടെ ശബ്ദ സാന്നിധ്യം എന്റെ മാത്രമല്ല, ഇടുക്കി ജില്ലയുടെ അവികസിത മേഖലയായ ഇടുക്കി ജില്ലയുടെ പല മേഖലകളിൽ വർക്ക് ചെയ്യുന്ന കർഷകരുടെ, വ്യാപാരികളുടെ, കലാകാരന്മാരുടെ, നാടക ആർട്ടിസ്റ്റുകളുടെ, ഒപ്പം സയന്റിസ്റ്റുകളുടെ, കായിക താരങ്ങളുടെ ഒക്കെ ശബ്ദവും അവരുടെ ജീവിതവും പകർന്നു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിന് നിർണായക പങ്കുവഹിച്ച ഒരു പ്രഗത്ഭ വ്യക്തിയാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ആന്റണി മുനിയറ സാറ്. അദ്ദേഹത്തെ ആദരിച്ചതിലും അതോടൊപ്പം തന്നെ ബിനുമാടം ഞാൻ വന്നപ്പോൾ പരിചയപ്പെട്ട ഞാൻ ഏറ്റവും വലിയൊരു സ്ഥാനത്ത് ഒരു പരിപാടിയിൽ ചെന്ന് ചാടിയതുകൊണ്ട് ആകാശവാണി സാഹിത്യവേളയിലെ ശബ്ദം കൊണ്ട് സാന്നിധ്യം അറിയിക്കുന്ന എല്ലാവരും ഒരു വാട്സപ്പ് കൂട്ടായ്മയിൽ ഒത്തുചേരും. എല്ലാ ദിവസങ്ങളിലും തന്നെ അതിൽ അക്ഷരം കൊണ്ട് സാന്നിധ്യം അറിയിക്കുന്ന ഒരാൾ ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. റെജി നളന്ത. റെജി സാറിനെ ഏറ്റവും സ്നേഹത്തോടെ ആശംസകൾ അറിയിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. നമസ്കാരം. പ്രിയപ്പെട്ടവരെ, പല പരിപാടികൾക്കും ആത്മാവില്ലാതെ പോകുമ്പോൾ ആകാശവാണിയിലെ പരിപാടിക്ക് എപ്പോഴും ഒരു ആത്മാവുണ്ട്. ഇത് പറയാനാണ് എനിക്കത് പറഞ്ഞത്. ബഹുമാനായ സുഭാഷ് സാറ്, മറ്റേ സദസ്സിലിരിക്കുന്ന സ്നേഹമുള്ളവരെ, ശബ്ദം കൊണ്ട് വിസ്മയം തീർക്കുന്ന ആളുകളാണ് ആകാശവാണിയിലിരുന്നവരെല്ലാം. ആകാശവാണി സ്ഥാപിച്ച വർഷം തന്നെ ജനിച്ച ഒരാളാണ്. ആദ്യമായിട്ട് എനിക്ക് ഡ്യൂട്ടി ചെയ്യാനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത് പ്രളയത്തിൻ്റെ സമയത്താണ്. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഫുൾ ദേവികുളം ഐസൊലേറ്റഡായി, മൂന്നാറിലേക്കുള്ള റോഡ് ബ്ലോക്കായി, എല്ലാ റോഡും ബ്ലോക്കായി. അപ്പോൾ ദൂരെ നിന്നുള്ള ആർക്കും ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ല. അപ്പോൾ പിന്നെ ഞാനും എൻ്റെ ബ്രദറും അങ്ങനെ ഇവിടെ ദേവികുളത്തുള്ള കുറച്ച് പേര് മാത്രമേ ഉള്ളൂ അനൗൺസ്മെൻറ്റ് കൊടുക്കാൻ. അപ്പം ഇനി കൃതജ്ഞതയാണ് നമ്മളെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന അനൗൺസേഴ്സിന് എപ്പോഴും മാർഗനിർദ്ദേശം നൽകുന്ന ബിജു സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ കവിത പ്രക്ഷേപണം ചെയ്ത ദിവസം ഞാൻ താമസിക്കുന്ന ഗ്രാമത്തിലെ എല്ലാ കടകളിലും ആ സമയത്ത് FM വെച്ച് ആ കവിത നമ്മൾ പറഞ്ഞിട്ടാണ്, സ്വന്തം കാര്യം പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അത് എല്ലാവരും കേൾക്കുകയും നിലയത്തിലേക്ക് കത്തയക്കുകയൊക്കെ ചെയ്തൊരു മനോസന്തോഷകരമായ അനുഭവം ഉണ്ടായി. അപ്പം അതൊക്കെ തരുന്നൊരു ഊർജം ചെറുതല്ല. അപ്പം അങ്ങനെ ഒരു ബന്ധമാണ് ആകാശവാണിയുമായിട്ട് ആരംഭിക്കുന്നത്. വളയപ്പട്ടി തവില തവില ചുകൾ ബന്ദിലേക്കും അവല മവല അടിച്ചുമുക്കി പോട്ട മയില മയില എന്ന മായ തെരിയേ മായ തെരിയേ മായ തെരിയേ മായ തെരിയേ വളയപ്പട്ടി തവില തവില ചുകൾ ബന്ദിലേക്കും അവല മവല അടിച്ചുമുക്കി പോട്ട മയില മയില എന്ന മായ തെരിയേ മായ തെരിയേ സ്വരം പോലെ വന്ന സ്വരം പോലെ വന്ന സ്വപ്നത്തിലെ കണ്ട മുട്ടിയ കള്ളിപ്പണ്ണ സ്വപ്നത്തിനെ കാണാൻ ഇറങ്ങി വന്നോളെ കടലിലെ കരിങ്കടലിലെ കറുകറുത്തൊരു മുത്തെടുത്ത് നിനക്കായി കോർത്തെടുത്തത് കഴുത്തിലിട്ടോട്ടെ വലയിൽ കുരുങ്ങിക്കെട്ടിയ മീനെ പൊന്നീനെ വാക്കണ്ണെഴുതി വന്നൊരു മാനെ പൊന്മാനെ മെല്ലെ കുലുങ്ങി കുലുങ്ങി ഇറങ്ങി വന്നാട്ട മുട്ട
മാമ്പഴം പോലത്തെ മങ്ക എത്തിട്ടും തൊട്ടില്ല തൊട്ടിട്ടും എത്തിയില്ല എന്താ കുമ്പത്തെ തൊട്ടപ്പെണ്ണ പഴയ പുതപ്പ് അന്നേ എരിച്ചു. പിന്നെ കിടക്കാനിടം. ആ മുറിയിൽ ഇപ്പോ ആരും കയറാറില്ല. നമസ്കാരം, ഞാൻ ആര്യ, ദേവികുളം സബ് കളക്ടറാണ്. കഴിഞ്ഞ 32 വർഷമായി ഭൂപ്രകൃതിയും സുഗന്ധവ്യഞ്ജനങ്ങളും തേയിലയും അതോടൊപ്പം തന്നെ ഇവിടുത്തെ നാട്ടുകാരുടെ മനസ്സും കൊണ്ട് വളരെ സമ്പന്നമായ ഇടുക്കിയുടെ ഹൃദയഭാഗമായി തന്നെ നമുക്ക് കരുതാവുന്ന മൂന്നാറും അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളും ഉൾപ്പെടുന്ന ദേവികുളത്തിലെ ആൾക്കാർക്ക് ഒരു ശ്രവ്യമാധ്യമം എന്നതിലുപരി അവരുടെ പ്രധാന വിനോദമാർഗമായും അതോടൊപ്പം തന്നെ അവരുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെയും നിലനിന്നിരുന്ന ആകാശവാണി സ്പൈസ് എഫ്എമ്മിൻ്റെ 32ാം വാർഷികം ആഘോഷിക്കുകയാണ് നമ്മളെല്ലാവരും. ഇവിടെ മുൻപുണ്ടായിരുന്ന ഹൈറേഞ്ചിൻ്റെ ഹൃദയത്തിലേക്ക് എന്ന പരിപാടിയുടെ പേര് അന്വർത്ഥമാക്കുന്ന പോലെ അനേകം മലയാളികളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ഒന്നാണ് ആകാശവാണി. മൂന്നാറിൻ്റെ തണുപ്പിലും കോരി ചൊരിയുന്ന മഴയിലും അതോടൊപ്പം തന്നെ ടൂറിസ്റ്റുകളുടെ തിക്കിലും തിരക്കിലും ഒക്കെ തന്നെ ആൾക്കാർക്ക് സന്തോഷവും അതോടൊപ്പം തന്നെ വിജ്ഞാനവും പകർന്നു കൊടുത്ത ആകാശവാണി സ്പൈസ് എഫ്എമ്മിന് അവരുടെ 32ാം വാർഷിക വേളയിൽ എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്എം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചിത്ര പാടിയത്. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഹൃദയരാഗങ്ങളിലേക്ക് സുസ്വാഗതം. ഇന്ന് ഈ പരിപാടിയിൽ നിങ്ങൾക്കൊപ്പം ഞാൻ MB ബിജു. ഇഷ്ടഗാനങ്ങൾക്കായി കാത്തിരിക്കുന്ന ശ്രോതാക്കളിൽ ആദ്യം പെരുമ്പാവൂർ ഐമൂറിൽ നിന്നും ഷൈജൻ CG എന്ന ശ്രോതാവാണ്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഇന്നത്തെ ചോദ്യോത്തരവേളയിൽ ചോദിച്ച ചോദ്യവും ഉത്തരവും കേൾക്കാം. ചോദ്യം ഇതായിരുന്നു: ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ റേഡിയോ നാടകം പ്രക്ഷേപണം ചെയ്ത ആകാശവാണി നിലയം ഏത്? ഉത്തരം ആകാശവാണി ദേവികുളം. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്എം. കാവ്യാഞ്ജലി. ഒളപ്പമണ്ണയുടെ പാറ്റകൾ എന്ന കവിത S. ജയ ചൊല്ലുന്നു. സാഹിത്യവേളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് സാഹിത്യവേളയിൽ ഒരു ചിത്രീകരണമാണ്. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാത്രി 9:30 ഹൃദയരാഗങ്ങൾ. ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങളാണ് പ്രക്ഷേപണം ചെയ്യുന്നത്. ഗാനങ്ങൾ ആവശ്യപ്പെടുന്നതിനായി ഹൃദയരാഗം. ഞാൻ അടിമാലി പൊളിഞ്ഞ പാലത്ത് നിന്നും ബൈജുവാണ്. എന്റെ മകൻ കാർത്തിക്കിന്റെ 15ാം പിറന്നാളാണ് ഈ ഡിസംബർ 1-ാം തീയതി. എന്റെ മകനു വേണ്ടി പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന ചിത്രത്തിലെ ഓലത്തുമ്പത്തിരുന്നൂയലാടും എന്ന ഗാനം കേൾപ്പിക്കാം. ഇനി നാളത്തെ പരിപാടികൾ. നാളെ വൈകുന്നേരം 4:30 തമിഴ് ചലച്ചിത്ര ഗാന പരിപാടി തേനിസൈ. 5 മണിക്ക് ഹിന്ദി പാഠം. 5:15 സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്. ഹലോ, നമസ്കാരം. ഷാൻ ചേച്ചിയാണേ. ഇന്നത്തെ ഇതളുകൾ തുടങ്ങാം.
ഹൈറേഞ്ച് വൃത്താന്തം. ജില്ലാതല പട്ടയമേള നാളെ ചെറുതോണിയിൽ. ഇടുക്കി ജില്ലാതല പട്ടയമേള നാളെ രാവിലെ 10:30-ന്. സന്തോഷത്തിൻ്റെ ഒരു വാതിലടയുമ്പോൾ മറ്റൊന്ന് തുറക്കുന്നു. എന്നാൽ ഇടയ്ക്കിടെ നാം അടഞ്ഞ വാതിലിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണെങ്കിൽ നമുക്കായി തുറന്നു കിടക്കുന്ന വാതിലുകൾ നാം കാണാതെ പോകും. ആദ്യ സന്ദേശം മലപ്പുറത്തുള്ള അശ്വതിയുടേതാണ്. സന്ദേശം ഇതാണ്: വരികൾ എന്തെഴുതണം എന്നെനിക്കറിയില്ല. ആയുസ്സാകുന്ന ഈ മഴയത്ത് ചൂടേകിയതിന് നന്ദി. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം. നമസ്കാരം. ഷൈൻ കാലിവളർത്തലാണല്ലോ ഇപ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുന്നത്. അതിൽ തന്നെ 2023 ഏറ്റവും കൂടുതൽ മിൽമയിൽ പാലളർന്ന കർഷകനുള്ള അവാർഡ് കിട്ടുകയും ചെയ്തു. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനം. കാന്തല്ലൂർ മേഖലയിലെ കാർഷിക വിപ്ലവത്തിന് മുതൽക്കൂട്ടാകുന്ന പദ്ധതിയാണ് പട്ടിശ്ശേരി ഡാമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. ചെങ്കലാർ പദ്ധതിയുടെ ഭാഗമായ പട്ടിശ്ശേരി ഡാമിന്റെ പൂർത്തീകരണ ഉദ്ഘാടനം വിജിലൻസ് അവബോധ വാരാചരണത്തിന്റെ ഭാഗമായി അഴിമതിരഹിത ഭരണ സംവിധാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള അഭിമുഖ സംഭാഷണം ഇപ്പോൾ കേൾക്കാം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, അമൂല്യ ഗീതികളിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ആകാശവാണി ദേവികുളം സ്പൈസ് FM. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ആകാശവാണി ദേവികുളം സ്പൈസ് FM 32 വാർഷികമാഘോഷിക്കാം. സ്നേഹത്തിൻ പാലമായി നമ്മോടൊപ്പം നാടിൻ സ്പന്ദനം എന്നും ഈ ശബ്ദത്തിൽ. ദേവികുളത്തിൻ അഭിമാനമായ സ്പൈസ് FM ചൈത്രയാത്ര തുടരട്ടെ. ആശംസകൾ ആശംസകൾ സ്പൈസ് FM. ഹൈറേഞ്ചിന്റെ ശബ്ദം.
വെളിച്ചം കനിയൊരുക്കും വേളയായി നിറനിറ പൊലി 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 പറനിറ നിറ പൊലി പൊലി നിറനിറ പറനിറ തൃപ്പടിപ്പ് പറനിറ പാടിയുണർന്നു ഭൂമി ഓണപ്പൂവേ